വലിയ ഒരു നിക്ഷേപ സ്വത്തായി നമുക്ക് ഇന്ന് ഉയർത്തിക്കാട്ടാനുള്ളത് സ്വർണമാണ്. 90,000 കടന്നു നിൽക്കുകയാണ് പവന് സ്വർണം, അല്ലേ? എന്നാൽ ഇതിനേക്കാളും മൂല്യമുള്ള ഒരു 3-4 സമ്പത്തുകൾ ഉണ്ട്. അത് ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 4 കാര്യങ്ങൾ ഒരാൾക്ക് നൽകപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഇഹത്തിലും പരത്തിലും ഉത്തമമായതാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അതായത് ഇഹത്തിലും പരത്തിലും അത് ഒരു നല്ല സ്വത്തായി, ഒരു സൂക്ഷിപ്പ് സ്വത്തായി അവന് അത് ഉപകാരപ്പെടുമെന്നർത്ഥം. ഏതാണ് ആ 4 സ്വത്തുക്കൾ എന്ന് നോക്കാം. ഒന്നാമത്തത്, അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്ന ഒരു നാവുണ്ടാവുക എന്നുള്ളതാണ്. എല്ലാ സമയത്തും ആ നാവിൽ നിന്ന് ദിക്റുകൾ വരുന്നു. രണ്ടാമത്തെ സ്വത്ത് നന്ദിയുള്ള മനസ്സാണ്. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു നന്ദി ഉണ്ടാവുക. ആരെങ്കിലും ചോദിച്ചാൽ കൈഫ ഹാലുക്, ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് മനസ്സ് നിറയെ നന്ദിയുള്ള ഒരു വാക്ക് നമ്മിൽ നിന്ന് വരിക. അപ്പോൾ നന്ദിയുള്ള മനസ്സാണ് രണ്ടാമത്തെ സ്വത്ത്. മൂന്നാമത്തെ നല്ല ഒരു നിക്ഷേപം പ്രയാസങ്ങൾ സഹിക്കാൻ കഴിയുന്ന ശരീരമുണ്ടാവുക എന്നുള്ളതാണ്. ആ ശരീരത്തിന് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ശരീരം ഉണ്ടാവുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്വത്ത്. അതിൽ അള്ളാഹുവിൻ്റെ ആ വിധിക്ക് അംഗീകരിച്ച് അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് സഹിക്കുന്ന ശരീരമുണ്ടാവുക. അതുപോലെ നാലാമത്തെ ഒരു നല്ല സൂക്ഷ്മ സ്വത്ത് എന്താണ്? തൻ്റെ ശരീരത്തിലും ഭർത്താവിൻ്റെ ധനത്തിലും തിന്മ ആഗ്രഹിക്കാത്ത ഭാര്യയാണ്. എന്ന് പറഞ്ഞാൽ സൽവൃത്തയായ ഭാര്യ. അവളെ കൊണ്ട് ഭർത്താവിന് ദീനിൽ നല്ല സഹായം ലഭിക്കുന്നു. അവളും ദീനിയായ നിലക്കാണ് ജീവിക്കുന്നത്. ഭർത്താവിനെ നല്ല കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അവളും നല്ല നിലയിൽ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിലാണ് അവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള ഒരു സൽവൃത്തയായ ഭാര്യ ഉണ്ടായിക്കഴിഞ്ഞാൽ അതും ഏറ്റവും നല്ല ഒരു മൂലധനമാണ്